നമസ്കാരം. ഇറാന്റെ ആണവായുധ ശേഷി ഇല്ലാതാക്കാനെന്ന പേരിൽ അമേരിക്ക ഇസ്രായേലിനൊപ്പം നടത്തിയ ആക്രമണങ്ങൾ ഒടുവിൽ സമാധാന ചർച്ചകളിലേക്ക് വഴിമാറുന്നതിനിടെ ലോകത്തെ ഞെട്ടിച്ച് തങ്ങളുടെ അത്യാധുനിക ആണവശേഷി വ്യക്തമാക്കുന്ന ചിത്രം പുറത്തുവിട്ട് ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ തങ്ങളുടെ ആണവ ആവനാഴിയിലെ ഏറ്റവും പുതിയ കാൽവെപ്പായ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് സന്ദർശിക്കുന്നതിന്റെ ചിത്രമാണ് ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. അതിവേഗത്തിലാണ് ഉത്തരകൊറിയ തങ്ങളുടെ ആണവ ശേഖരം വർദ്ധിപ്പിക്കാൻ ശ്രമങ്ങൾ തുടരുന്നതെന്ന് US ഇന്റലിജൻസ് വിശകലനങ്ങൾ ഉദ്ധരിച്ച് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ CNN റിപ്പോർട്ട് ചെയ്തു. ആണവ സാമഗ്രികൾ വേർതിരിച്ചെടുക്കുന്ന അത്യാധുനിക സെൻട്രിഫ്യൂജുകളുടെ നീണ്ട നിരകൾക്കിടയിലൂടെ കിം ജോങ് ഉൻ നടന്നു പോകുന്നതാണ് പുറത്തുവന്ന ചിത്രങ്ങളിലുള്ളത്. കിമ്മിനൊപ്പം പ്രമുഖ ആണവ ശാസ്ത്രജ്ഞരും ഉയർന്ന സൈനിക ഭരണ ഉദ്യോഗസ്ഥരുമുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ തന്ത്രപ്രധാനമായ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ വിജയകരമായി കൈവരിച്ചതിന് ആണവ ശാസ്ത്രജ്ഞരെ കിം ജോങ് ഉൻ നേരിട്ട് അഭിനന്ദിച്ചു. രാജ്യത്തിന്റെ ആണവശേഷി ലോകത്തിന് ഊഹിക്കാവുന്നതിലും അപ്പുറമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. പുതിയ പ്ലാന്റിൽ കൂടുതൽ അത്യാധുനികമായ സാങ്കേതികവിദ്യയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉത്തരകൊറിയൻ വാർത്താ ഏജൻസിയായ കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. 5 വർഷത്തിനിടെ ഉത്തരകൊറിയ ആയുധമുണ്ടാക്കാനുള്ള ആണവ സാമഗ്രികൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുതിയ പ്ലാന്റ് രാജ്യത്തിന്റെ ആണവ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തങ്ങളുടെ ആണവശേഷി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഉത്തരകൊറിയ പുറത്തുവിടുന്നത് ഇത് ആദ്യമല്ല. 2024 സെപ്റ്റംബറിന് ശേഷം ഇത് 3ാം തവണയാണ് ഇത്തരം ചിത്രങ്ങൾ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്നത്. മുൻപ് അമേരിക്കയുമായി നടത്തിയ ആണവ നിരായുധീകരണ ചർച്ചകൾ പൂർണ്ണമായും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കിം 5 വർഷത്തെ പുതിയ ആണവ വികസന പദ്ധതി നടപ്പിലാക്കിയത്. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് കിമുമായി നടത്തിയ 3 ഉച്ചകോടികളും പരാജയത്തിലായിരുന്നു കലാശിച്ചത്. ഇറാനുമായുള്ള US ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഇറാനെ ആണവായുധ നിർമ്മാണ ശ്രമങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനുമായി US ചർച്ചകൾ നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഉത്തരകൊറിയയുടെ പുതിയ നീക്കം. നിലവിലെ ആഗോള കണക്കുകൾ പ്രകാരം 5400-ലധികം ആണവായുധങ്ങളുമായി റഷ്യയാണ് ലോകത്ത് ആണവശേഷിയിൽ ഇപ്പോൾ 1ാം സ്ഥാനത്തുള്ളത്. തൊട്ടു പിന്നാലെ 5300-ഓളം ആണവായുധങ്ങളുമായി അമേരിക്കയുണ്ട്. ഈ വൻശക്തികൾക്ക് വെല്ലുവിളിയാണ് ഉത്തരകൊറിയ തങ്ങളുടെ ആണവശേഖരം വിപുലീകരിക്കുന്നത്. ഉത്തരകൊറിയയുടെ പക്കൽ നിലവിൽ 90 ആണവ പോർമുനകൾ ന്യൂക്ലിയർ വാർഹെഡ്സ് നിർമ്മിക്കാനുള്ള ആണവ സാമഗ്രികൾ ഉണ്ടെന്നാണ് US കോൺഗ്രഷണൽ റിസർച്ച് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ 50 പോർമുനകളെങ്കിലും ഉത്തരകൊറിയ ഇതിനകം തന്നെ നിർമ്മിച്ചതായും അമേരിക്ക വിശ്വസിക്കുന്നുണ്ട്. യോങ്ബിയോണിലും ക്യാങ്സണിലുമായി ഉത്തരകൊറിയയ്ക്ക് 2 സജീവ ആണവ സമ്പുഷ്ടീകരണ പ്ലാന്റുകൾ ഉണ്ടെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. യോങ്ബിയോണിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ഘടനയും വൈദ്യുതി കൂളിംഗ് സംവിധാനങ്ങളും ക്യാങ്സണിലെ പ്ലാന്റിന് സമാനമാണെന്നും ഏജൻസി നിരീക്ഷിച്ചിരുന്നു. ഇതിന്റെ പുറംഭാഗത്തെ നിർമ്മാണം പൂർത്തിയായതായും ആന്തരിക ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നതായും ഏജൻസി വ്യക്തമാക്കുന്നു. യോങ്ബിയോണിൽ ഉത്തരകൊറിയ മറ്റൊരു യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് കൂടി നിർമ്മിക്കുന്നതായി അമേരിക്കയുടെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി മേധാവി ലഫ്റ്റനന്റ് ജനറൽ ജെയിംസ് ആഡംസ് US ഹൗസ് ആൻഡ് സർവീസസ് കമ്മിറ്റിക്ക് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിരുന്നു. പുതിയതായി പുറത്തുവന്ന ചിത്രത്തിലുള്ളത് യോങ്ബിയോണിലെ ഈ പുതിയ പ്ലാന്റ് ആണോ അതോ ഇതുവരെ ലോകത്തിന് വെളിപ്പെടുത്താത്ത മറ്റെന്തെങ്കിലും രഹസ്യ കേന്ദ്രമാണോ എന്നും വ്യക്തമല്ല.